പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ പ്രഭാതം നൽകിയതിൽ നന്ദി പറയുന്നു. അങ്ങയുടെ വചനങ്ങൾ പാലിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കർത്താവെ, കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും ഈശോയെ കാണാനുള്ള കൃപ നൽകണമേ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 2-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. കർത്താവ് എപ്പോഴും നമ്മിൽ നിന്നും നന്ദിയും ദശാംശവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം. അത്യാവശ്യക്കാരായി നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോരുത്തരും കർത്താവ് അയക്കുന്ന ഭൃത്യന്മാരായിരിക്കും. അവരെ വഴക്ക് പറഞ്ഞോടിക്കാതെ നമുക്കുള്ളത് സന്തോഷത്തോടെ കൊടുത്ത് അവരെ യാത്രയാക്കാൻ ഇന്നു മുതൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നാളെ ഒരുപക്ഷെ സഹായം ലഭിക്കേണ്ടത് എനിക്കായിരിക്കാം എന്ന ചിന്തയോടെ ഇന്ന് എൻ്റെ അരികിൽ വരുന്നവരെ പറ്റുന്ന പോലെ സഹായിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.